നമുക്ക് சொல்ற வேலைக்கு போறியா அது தெரியுமா ബാലാജിയുടെ ഫാൻ ബോയ് ആണ്. വെൽക്കം ബാക്ക് ടു സയൻസ് ടോക്ക്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കറുപ്പ് മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. നമ്മൾക്കറിയാം സൂര്യണ്ണൻ പ്ലസ് തൃഷ കോമ്പിനേഷൻ. നമ്മളിതെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയായിരുന്നു അവരുടെ ഇത് ഫസ്റ്റത്തെ ഒരു മൂവി ആണോ എന്നുള്ളത്. കാരണം ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇനി ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. നമ്മളിനി കാണാത്ത ഏതെങ്കിലും പടം ഉണ്ടോ എന്നുള്ളത് ഇനി അത്ര വലിയ ഹിറ്റ് ആവാത്ത പടം അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ കാരണം തൃഷ അജിത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒബിയസ്ലി വിജയണ്ണന്റെ കണ്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറെ ആക്ടേഴ്സ്. അതെ, അപ്പോ ഇവര് തമ്മിൽ എനിക്ക് തോന്നുന്നു മുന്നേ നമ്മൾ മൂവീസ് അധികം വിറ്റ്നസ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു മൂവി കുറെ നാളായിട്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂവിയാണ്. നല്ല പണിയെടുത്ത് ഇറക്കുന്ന പടാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിന്റെ ഡയറക്ടർ ഉണ്ടല്ലോ RJ ബാലാജി, ആള് നമ്മളെ ഈ IPL സമയത്ത് മലയാളം കമന്ററിയിൽ ആള് വരാറുണ്ട്. ഇടരാക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയുന്ന ഒരു സംഭവമാണ് അത്. കറുപ്പ് മൂവി, അത് നല്ല തമിഴൊക്കെ പറഞ്ഞ ആള് മലയാളത്തിലൊക്കെ ആള് RJ എന്നുള്ളത് റേഡിയോ ജോക്കിങ് കൂടിയാണ്. ആളപ്പം കുറെ അവതാരകനും ഈ കമന്ററി ഒക്കെ പറയാൻ വേണ്ടി പോകുന്ന ആളും കൂടിയാണ്. അതിന് എനിക്ക് തോന്നുന്നു ആൾ അഭിനയിക്കാറുണ്ട്. കഴിഞ്ഞൊരു പാട്ടിന്റെ അകത്ത് നമ്മൾ റിയാക്ട് ചെയ്തില്ലേ, സൂര്യണ്ണനെ പോലെ ഉണ്ടായിരുന്നില്ലേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം സോങ് ഇറങ്ങിയ സമയത്ത് നമ്മള് പറഞ്ഞായിരുന്നു അതിനകത്ത് സൂര്യണ്ണൻ ആണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കണ്ട സമയത്ത്. പക്ഷെ അത് ഡയറക്ടറാണെന്ന് പിന്നീട് മനസ്സിലായി. അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ആൻഡ് അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ സായി അഭ്യങ്കറാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സിൽ നമ്മളെ ഇന്ദ്രൻ സേട്ടനൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്ദ്രൻ സേട്ടനുണ്ട്, സ്വാസികയുണ്ട്, പിന്നെ ശിവതയുണ്ട്. നമ്മൾ മലയാളത്തിൽ നിന്ന് തന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും ആൾക്കും മലയാളത്തിൽ എന്തോ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കമന്ററി സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ കണ്ടു നോക്കാം. റെഡി? സൂര്യണ്ണന്റെയും കുറച്ചായില്ലേ പടങ്ങളൊക്കെ അല്ലേ? എനിക്ക് മറ്റേ എന്തോ ഒരു ഫാമിലി എന്തോ ഒരു പടം വരാൻ വേണ്ടി പോകുന്നില്ലേ മമിത ബൈജുവായിട്ട്? അത് നമ്മളൊന്ന് റിയാക്ട് ചെയ്തില്ലേ? എന്തോ ഫ്രണ്ട്സ്. അതെ അതെ. തുടങ്ങിയാലോ? இவங்கள பாதி பேர் லாயரே கிடையாது. பேபி கண்ணனோட கட்ட பஞ்சாயத்து டீம். പൊളിറ്റിക്കലോടോ? അതുപോലെയുണ്ട്. അല്ലല്ല, അത് മറ്റേ ഡയറക്ടർ. ஒரு நாள் இந்த இடம் மாறாமையா போகும். இது என் இடம், என் கோட். கடவுளே வந்தாலும் எதுவும் மாற்ற முடியாது. ഡയറക്ടറാണ്. இதெல்லாம் சப்பு மேட்டர் சார். ஒரு நல்ல லாயரை பார்த்தா உடனே முடிச்சிடலாம். அப்படியே சார் வரலையா? கேஸ் பாஸ் ஆன் டு நெக்ஸ்ட் மந்த் செகண்ட். பினு ஃபீஸ் ட்ரான்ஸ்ஃபர் பண்ணிட்டியாமா? போலீஸ் தரப்புல இருந்து யாரும் வரலையா? கேஸ் பாஸ் ஆன் டு நெக்ஸ்ட் மந்த் 15th. நான் திருச்சிலே வாங்கி வச்சிங்க, உங்களுக்கு வாங்க முடியல. ജയിലിലൊക്കെ തീരുമാനം. யாரை வச்சு இனிமே இந்த கேஸ் நடத்துறேன் நான் பார்க்கறேன். ഇതിലൊരു പാട്ടെന്തോ ഇറങ്ങിണ്ടായിരുന്നു. ஆமா, நீங்க யாரு? உங்களை இந்த கோட்ல நான் பார்த்ததே இல்லையே. ഓ பார்க்கறது வெல்கம். கொஞ்ச நாள் இல்லை வாய் விட்டு போச்சு. நான் யார்கிட்டயும் சொல்ல மாட்டேன். എല്ലാ എലമെന്റും ഉണ്ട് കേട്ടോ ലുക്കിലും. മ്യൂസിക് ഭയങ്കര ഡിഫറെന്റ് കേട്ടോ. இந்த மாதிரி நேரத்தில் மனுஷனுக்கு மனுஷன் ஹெல்ப் பண்ணி தானே கடவுள் நம்மளை படைச்சிருக்காரு. இது சொல்லு, கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாற்ற முடியாது. வந்துட்டா இனிமே அம்மா அடிக்க போறாங்க. ആള് എന്ത് സംഭവം ശരിക്കും ഡയറക്ടർ വില്ലൻ തന്നെയാണ് ഓൾമോസ്റ്റ്. கருப்புடா, கருப்புடி சாமி. வேற பாய், என்ன பண்ண போறீங்க நீங்க? கிரிக்கெட்ல நமக்கு சொல்ற வேலைக்கு போறியா? அது கிரிக்கெட் தெரியுமா? கையில துப்பாக்கி கிடைச்சா யார் என்னன்னு பார்க்காம நீட்டிடுறியோ? ആള് പെർഫോം ചെയ്യട്ടോ നന്നായിട്ട്, രസമുണ്ട്. அன்பான ஃபேன்ஸ்க்காக. ഓ ഫുള്ള് മറ്റേത് കേട്ടോ, ഫാൻ പടം അല്ലേ? ഇത് നല്ലൊരു പടമായിരിക്കും തോന്നുന്നു കേട്ടോ. ഫീസ്റ്റ് ഫ്രം RJ ബാലാജി. അത്
മാസീവ് എഫക്റ്റും ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അഗെയിൻ ഒരു ജെബിയും ഇതിനകത്ത് അങ്ങനെയായിരുന്നു. അതായത് ഫസ്റ്റ് ഒരു നമ്മളറിയാം ഇന്ദ്രൻ സേറ്റിന്റെ ആ ഒരു ക്യാരക്ടർ ആൻഡ് ആ ഒരു കുട്ടി അതായത് ഇതിനകത്ത് ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്ത് കാണിച്ചിട്ടില്ല. പക്ഷെ എന്തോ ഒരു എലമെന്റ് ഉണ്ട് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമ്മള് സൂര്യണ്ണൻ നമ്മളുടെ എന്താ പറയാ ആ ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഭയങ്കര ഒരു കലിപ്പ് ലുക്കിൽ അദ്ദേഹത്തിന് ഭയങ്കര ഒരു സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനത്തെ ഒരു റോൾ എന്ന് പറയുന്നത്. ഈവൻ ഡയലോഗ് ഡെലിവറി അടക്കം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയലോഗ് ഡെലിവറി ആയിട്ടാ കാണിച്ചേക്കണേ. കാരണം അങ്ങനെ പറയുമ്പോഴേ രസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മ ഫാൻസ് കാക്കുന്നൊക്കെ ആ പറയുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ അത് ഭയങ്കര എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ആ സാധനം ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഒരു ഫാൻ ബോയ് പടം പോലെ ഉണ്ട്. അഗെയിൻ പക്ഷെ നീ വൺ മോർ തിങ് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ദൃശ്യയുടെ ക്യാരക്ടർ അഗെയിൻ ആ ഒരു നമ്മള് എന്താ പറയാ ഭയങ്കര ഒരു ചിയർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതായത് ഒരു 10-15 വർഷം മുന്നേ ഉള്ള ഒരു തൃഷ ഇല്ലേ. അതായത് നമുക്കറിയാം മറ്റേ ലാസ്റ്റ് മൂവിയിലൊക്കെ പുള്ളി മറ്റേ ലിയോയിലൊക്കെ ആ ഒരു അമ്മ ഒരു റോൾ ആയിരുന്നല്ലോ ഓബിയസ്ലി. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഭയങ്കര ഒരു ചിയർഫുൾ ആയിരിക്കില്ല. പക്ഷെ ഇതിനകത്ത് കാണുന്ന സമയത്ത് എങ്ങനെ ഒരു എന്താ പറയുക ഒരു 25-30 വയസ്സിനകത്ത് ഉണ്ടാവുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. അതെ അപ്പൊ ആ ഒരു ചാടി നിൽക്കുന്നത് അതായത് നമ്മള് ഈ ഇവരൊക്കെ ചെയ്യില്ലേ നമ്മുടെ ഈ മമിത നസ്രിയൊക്കെ ചെയ്തിരുന്ന ആ ഒരു ക്യാരക്ടർ റോളില്ലേ അതുപോലെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ ഇവരെ കാണുന്ന സമയത്ത് ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. ഫ്രഷ്നെസ് തോന്നി എന്താ പറയുക ആർ ജെ ബാലാജി തന്നെ വന്നതാട്ടോ. അത് ഭയങ്കര ഫ്രഷ്. കാരണം എന്താ പറയുക നമുക്ക് ആദ്യം തോന്നും ഇനി ഇങ്ങനെ വന്നിട്ട് ഒന്നാമത് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഡയറക്ടർ നമുക്ക് IPL കാണുന്നോണ്ട് അറിയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അറിയാത്തവർക്ക് ഭയങ്കര ഫ്രഷ് ആയിരിക്കും ഇത്. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ട് ആ ഡയലോഗ് എന്ന് പറയുന്നത് കണക്ട് ആയി. ഇത് നമ്മളെ ഈ ഇനി എന്താ ചെയ്യുമ്പോൾ കമന്ററി അത് നല്ല രസമുണ്ടായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം മലയാളം കമന്ററി കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇദ്ദേഹം എപ്പോഴും വന്നിട്ട് കറുപ്പ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സമയത്ത് CSKയുടെ മാച്ചുള്ള സമയത്താ വരിക. എനിക്കൊന്ന് ആള് തമിഴിൽ ഓൾറെഡി കമന്ററി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മള് തമിഴ് കാണുന്നില്ലല്ലോ. പക്ഷെ തമിഴില് കാരണം ആള് ഈ കമന്ററി റേഡിയോ ജോക്കി വീഡിയോ ജോക്കി എന്തൊക്കെയോ എല്ലാ പ്രൊഫഷണൽ ട്രൈ അടിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ പെർഫോമൻസ് എല്ലാം കൂടി ഇങ്ങനത്തെ ഒരു മാസ് എവിടെയൊക്കെ സൂര്യന്റെ സിമിലാരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നു ഭയങ്കരമായിട്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഹൈറ്റ് ആൻഡ് എവറിത്തിങ് ഓൾമോസ്റ്റ് ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് അഗെയിൻ ഒരു സൂര്യണ്ണന്റെ ഒരു വേറൊരു മിനിയേച്ചർ വേർഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട് കാണുന്ന സമയത്ത്. അപ്പൊ ആളെ തന്നെയാണെങ്കിൽ വില്ലൻ വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി മറ്റേത് എനിക്ക് തോന്നുന്നില്ല ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഫൈറ്റ് പോലെ അങ്ങനെ വക്കീലല്ല കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഓവർ മറ്റേത് വേണമെന്നില്ല, ബുദ്ധി ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ല ചില സമയത്ത് കാണിക്കുക. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫൈറ്റ് പവർ കൊണ്ടല്ലല്ലോ. മെന്റലി ഓർ ഫിസിക്കലി വാർ ഇസ് വാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു എൻഗേജിങ് ഉള്ള അല്ലെങ്കിൽ കുറച്ചായി നമ്മൾ ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ട്. ഏറ്റവും വലിയ ഫ്രഷ്നസ് എനിക്ക് തോന്നുന്നു മറ്റേ സായ ഭയങ്കരാണ്. കാരണം നമ്മള് അനിരുദ്ധിന്റെയും മറ്റുള്ള മ്യൂസിക് ഡയറക്ടർ അല്ല ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ഉണ്ട്. പെട്ടെന്ന് മാസ് കേറുന്നില്ല. ഇല്ല അതാണ് അങ്ങനെ തോന്നിയാണ് എനിക്ക്. അതായത് ഇപ്പോ അത് അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് എത്രത്തോളം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള. അപ്പൊ ഇതിന് ഇവിടെ നമ്മളുടെ മറ്റേ ആളാണ് എന്താണ് അനിരുദ്ധ ആണെങ്കിൽ വേറെ സംഭവം. പക്ഷെ ചില സമയത്തില്ലേ ഈ DSP തന്നെ മറ്റേ സിനിമയുടെ അകത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നായിരുന്നു തിയേറ്ററിൽ. മറ്റേ ഈ കങ്കോ ഇറങ്ങിയ സമയത്ത് DSP ആയിരുന്നല്ലോ ഭയങ്കര ബഹളമായിട്ട്. ഇതിനകത്ത് പറയുന്നത് എനിക്ക് കറക്റ്റ്. അതായത് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇതിനകത്തൊന്ന് ഹൈ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് തോന്നാം. പ്രത്യേകിച്ച് ഇതിനകത്ത് ക്യാരക്ടർ റോൾസിനെ കാണിക്കുന്നുണ്ട്. അവരുടെ ഏരിയയിൽ ഒരിക്കലും ഹൈ ബീറ്റ് വരാൻ പാടില്ല. അപ്പൊ ഇവിടെ അങ്ങനെ തോന്നിയില്ല കേട്ടോ. അപ്പൊ ചിലപ്പോ അത് നമ്മള് ഒരു ടിപ്പിക്കലായിട്ട് കണ്ടുവന്നിരുന്ന ഒരു സംഭവം. പിന്നെ നമുക്കറിയാം യങ്സ്റ്റേഴ്സ് ഇപ്പൊ വരുന്ന സമയത്ത് അവര് കുറച്ചും കൂടിയും അവരുടെ വൈബിലാണ് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അവർക്ക് നമുക്കറിയാലോ ഭയങ്കര ഒരു അതായത് എല്ലാം കൊടുക്കുമ്പോൾ അതനുസരിച്ച് കറക്റ്റായിട്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ട രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിലും ഇഷ്ടപ്പെട്ടു. ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഇഷ്ടമല്ല പേഴ്സണലി സ്പീക്കിംഗ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഓവർ സൗണ്ട് ഇപ്പൊ തിയേറ്ററിലാണ് ആ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഇപ്പൊ കറുപ്പ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴും ആ ഒരു കറക്റ്റ് ബീറ്റേ ഉള്ളൂ. കറുപ്പിൽ ഓവർ ബീറ്റ് ഇല്ല അല്ലെ. പക്ഷെ അതിലൊരു പാട്ട് എന്താ പറയുന്നുണ്ട് അത് ഭയങ്കര അഭിപ്രായമാണ്. നമ്മൾ മിസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല പാട്ടാണ് തോന്നുന്നത്. ഈ ചെല്ല എന്താ പറയാ ഈ മറ്റേ പണ്ടത്തെ ഈ ഗാനമേളയൊക്കെ ഇല്ലേ ഞാൻ കേട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മൾ അതിനകത്ത് പോകുന്ന സമയത്ത് അവിടെ നല്ല നല്ല പാട്ടുകളായിരിക്കും. വോയിസ് അതായത് ഈ പാടുന്ന ആളുടെ വോയിസ് കറക്റ്റ് കേൾക്കാൻ പറ്റും. അവിടെ ആ ഒരു ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് എന്ന് പറയുന്നത്
വളരെ മിനിമൽ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു പാട്ടിൽ നമ്മളിങ്ങനെ ഇപ്പൊ ഡ്യൂറ്റ് ആയിട്ടൊക്കെ പാടുന്ന സമയത്ത് ഇപ്പൊ മറ്റേ പാട്ടില്ലേ പുന്നിൽ കുളിച്ചു നിന്ന് ആ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അങ്ങനെ ഇരുന്നു പോകും. പക്ഷെ ഇപ്പോഴത്തെ ഗാനമേള കണ്ടിട്ടുണ്ടോ എന്റെ ഒന്നേ ചിത്രവധം എന്ന് വേണമെങ്കിൽ പറയാം. അതുമാതിരിയാണ് കൂടുതൽ തല അടിച്ചു പോകുന്ന രീതിയിലായിരിക്കും ബാസ് ഉണ്ടാകുന്നത്. അതായത് വോയിസ് നമ്മൾ ചെറുതായിട്ടേ കേൾക്കുള്ളൂ, വോയിസ് കേൾക്കില്ല. ആ പാടുന്ന ആളുടെ വോയിസ് എന്ന് പറയുന്നത് എന്തോ ഒരു മുളക്കം പോലെ നമ്മളെ കേൾക്കുള്ളൂ. ആരായിരുന്നു മുളക്കം പോലെ പറയുന്ന ഡയലോഗ് അതുപോലെ ഉണ്ട്. നമ്മളെ ഏതൊരു ആക്ടർ പറയാറില്ല മലയാളത്തിൽ തന്നെ, ചെറിയൊരു മുളക്കം പോലെ കേൾക്കാം. സലീംകുമാർ പറയും, ബീറ്റും പിന്നെ ലൈറ്റും കുറെ സ്പീക്കറും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ടക്ക മറ്റേ ഭൂമി വരെ കുലുങ്ങുന്ന രീതിയിലുണ്ടാവുന്ന. സത്യം പറയാം ഇറങ്ങി ഓടിപ്പോരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ചിലപ്പോൾ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസിക് അറിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പാടുന്നത്. പക്ഷെ എന്നാലും നമുക്കറിയാലോ ഇപ്പൊ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന സമയത്ത് സ്റ്റെപ്സുകളൊക്കെ തെറ്റിയാലും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇപ്പൊ കുറെ കളർ ലൈറ്റ് വന്നിട്ടില്ലേ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനം. അപ്പൊ അതുപോലെയാണ് ഏകദേശം ഇപ്പൊ ഇതിനകത്ത് മറ്റേ എന്താ പറയാ ആ സ്പീക്കർ എന്നുള്ളത് കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കുന്നത്. പക്ഷേ ആ വൈബിലോട്ട് വരുന്ന ആൾക്കാര് എങ്ങനെയായിരിക്കും വെച്ചാൽ തണ്ണി ടീച്ചറായിരിക്കും. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ അടിച്ചിട്ടല്ലല്ലോ പോകുന്നത്. അപ്പൊ നമുക്കൊന്നും പച്ചയാണ് അതെ. പക്ഷെ രണ്ടടിച്ച് അല്ലെങ്കിൽ ഈ കുടിച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് അവര് ഇതാണ് അവർക്കൊന്നും അറിയില്ല. അവരുടെ നിന്നു അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഗാനമേളയൊക്കെ കുറച്ചും കൂടി അവരെ പോലുള്ള ആൾക്കാർക്കാണെന്ന് തോന്നുന്നു ഉള്ളത്. അല്ലാതെ എന്താ പറയാ അതുപോലെയാണ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് അങ്ങനെ തോന്നി. ഒറ്റയടിക്ക് പെട്ടെന്ന് പറയുമ്പോൾ അയ്യോ നമ്മുടെ അഞ്ജുത്തിന്റെ ആ ഒരു വൈബ് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാലും പക്ഷെ കാതുകൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല. അപ്പൊ അത് തിയേറ്ററിലും ആ സാധനം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ബാലാജിയുടെ ഫാൻ ബോയ് ആണ് ആള്. IPL അതായത് സ്കൂൾ പൊട്ടി കഴിഞ്ഞിട്ട് IPL കാണാൻ തുടങ്ങിയപ്പോ തൊട്ട് എല്ലാ ദിവസവും കാണാം IPL-ന്റെ എല്ലാ സംഭവം എവിടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്ത് ഇൻഫർമേഷനും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കറുപ്പ് റിയാക്ട് ചെയ്യാണ്. ആൻഡ് RJ ബാലാജിയുടെ ഡയറക്ഷൻ മൂവിയാണെന്ന് പറഞ്ഞപ്പോഴാണ് ആളിവിടെ വന്നിരുന്നത്. യൂഷ്വലി റിയാക്ഷൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് വരാനോ ഒന്നും താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ RJ ബാലാജിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റീസെന്റ് IPL ആള് വന്നിട്ട് കാരണം നമുക്കറിയാം IPL നമ്മൾ ശ്രീശാന്ത് വരുന്ന സമയത്ത് പുള്ളിക്ക് ഇഷ്ടമായിരുന്നു. അതായത് പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് അവര് നല്ല ആകർഷിച്ച രസം ഇത് ബോറാവും. RJ ബാലാജി എങ്ങനെ സംസാരിക്കാറ് വന്നിട്ട് മക്കളെ വിളിക്കോ? എങ്ങനെ വിളിക്കാൻ പറഞ്ഞു? മക്കളെ അല്ല തമിഴ് അതിനകത്ത് എന്താ പറയാറുണ്ടല്ലോ, 1-2 തമിഴ് പറഞ്ഞു. കിട്ടുന്നില്ലേ? കിട്ടുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞു നടക്കാറുണ്ട്. ക്യാമറ ഓൺ ആയതുകൊണ്ട് കിട്ടാറ്. അപ്പൊ എന്തായാലും ആ വരുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് ചളിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു ഉറങ്ങിക്കിടക്കുന്ന ഓഡിയൻസിന് പെട്ടെന്ന് ഉണർത്താൻ പറ്റും. യെസ് അതാണ് ശരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ശ്രീശാന്ത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴും നല്ല തന്നെ കേട്ടോ. അവര് ഭയങ്കരമായിട്ട് നല്ല രീതിയിലാണ് ഹ്യൂമർ കുറച്ച് കുറവാണ് ഇല്ലേ? അതായത് നമ്മൾ പറയില്ല ഇപ്പൊ നമ്മൾ പക്ഷെ ആളെപ്പോഴും ഉണ്ടാവില്ല. മറ്റുള്ളവർ കൂടുതൽ ടെക്നിക്കലാ പറയാം. അവരെന്ന് വെച്ചാൽ പ്ലേയേഴ്സ് അല്ലേ, അവര് നമുക്ക് ഒബിയസ്ലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അത്രയും ഭയങ്കര നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം പറയുന്നത്. ആണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ അറിയില്ലേ ഒരു ചെറിയൊരു കോമഡിയും കൂടി വേണ്ട. അപ്പൊ RJ ബാലാജി വരുന്ന സമയത്താണ് ഒന്ന് എഴുന്നേക്കണത്. അപ്പൊ ആൾക്ക് ഫുള്ളായിട്ട് തമിഴ് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും വരുന്ന കാണാറുണ്ട് ഭയങ്കരമായിട്ട്. അതായത് പുള്ളി സംസാരിക്കുന്നത് ഭയങ്കര ഒരു ചാടി നിൽക്കുന്ന രീതിയിലല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വന്നത്. ഉറങ്ങണം അവിടെ കിടന്നിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.